അല്ലാഹു തആല തൗബ ചെയ്യുന്നവരോട് വല്ലാത്ത സ്നേഹമാണ് അല്ലാഹുവിന്. അല്ലാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടുന്നവരോട് അല്ലാഹുവിന് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത സ്നേഹമാണ്. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് ഒരാളെ കൈനീട്ടി നമ്മൾ കൊടുത്തു 100 രൂപ. നോക്കുമ്പോ പിറ്റെന്നും അതേ സമയത്ത് അവൻ വന്ന് നിൽക്കുന്നു. നമ്മൾ വന്നതല്ലേ 50 രൂപയാക്കി കൊടുത്തു. 3-ാം ദിവസം കതക് തുറന്നപ്പോഴും അയാള് തന്നെ. നമ്മൾ ചോദിക്കും, ഇന്നലെയും മെനിങ്ങാന്നും നിങ്ങളല്ലേ വന്നത്? അതാണ്, പക്ഷേ നിങ്ങൾ മാത്രമേ തന്നോളൂ, അതുകൊണ്ട് വീണ്ടും വന്നതാ. അങ്ങനെയൊക്കെ നമുക്കൊരു വലിയ വില തന്നപ്പോ നമ്മൾ 25 രൂപ കൊടുത്തു. 4-ാം ദിവസം നമ്മളെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ അയാൾ വന്നാൽ കതകടച്ചിട്ടകത്തിരിക്കും, നമ്മൾ തുറക്കൂല. ഇനി നിർബന്ധിച്ച് പോകുന്നില്ലെന്ന് കാണുമ്പോ ആ കതക് തുറന്നിട്ട് നമ്മൾ പറയും, എന്തേ നിനക്ക് അടി വേണോടാ, പോടാ ഇവിടെ നിന്ന്, വേറെ വീട്ടിൽ പോക്കോ. അവന് ദേഷ്യം വരുന്നു. എന്നാൽ അള്ളാന്റെ മുമ്പിൽ കൈകൾ നീട്ട്. ഒരിക്കൽ നീട്ടുമ്പോ റബ്ബിന് ചെറിയ സ്നേഹം നമ്മളോട് തോന്നും. വീണ്ടും നീട്ടി, അല്ലാഹുവേ സ്നേഹം കൂടുകയാണ്. വീണ്ടും നീട്ടുന്നു, റബ്ബേ അല്ലാഹുവിന്റെ സ്നേഹം കൂടുകയാണ്. ലാ തസ്അലന്ന ബനി ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഗ്ലഖൂ. അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു وبني آدم حين يسأل يغضب. ഒരു മഹാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലാ തസ്അലന്ന ബനി ആദമ ഹാജതാ. ഒരാവശ്യവും നീ മനുഷ്യനോട് ചോദിക്കല്ലേ, മനുഷ്യനോട് ഒന്നും നീ ചോദിക്കല്ലേ. അവൻ നിന്റെ മുന്നിൽ വീടിന്റെ ജാലകങ്ങൾ കൊട്ടിയടക്കും. അവന് വീടിന്റെ കതക് നിന്റെ മുമ്പിലേക്ക് വലിച്ചടക്കുന്നതാണ്. അടയ്ക്കപ്പെടാത്ത ഒരു വാതിലുണ്ട്. അതാരുടെ വാതിലാണ്? സർവാധിനാഥനായ, സർവേശ്വരനായ, സർവഗുണ സമ്പൂർണനായ, സർവാധിനാഥനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, സർവഗുണ സമ്പൂർണനായ, സർവലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്ന അല്ലാഹ്. അവന്റെ വാതിൽ ഒരിക്കലും അടഞ്ഞു കിടക്കൂല. അല്ലാഹു യഗ്ലബു ഇൻ തറക്ത സുആലഹു വബനി ആദമ ഹീന യുസ്അലു യഗ്ലബു. പടച്ചവനോട് ചോദിച്ചാൽ, ചോദിക്കാതിരുന്നാലാണ് അവന് ദേഷ്യം വരുന്നത്. ചോദിക്കാതിരിക്കുമ്പോഴാണ് അല്ലാഹുവിന് ദേഷ്യം വരുന്നത്. എന്നാ മനുഷ്യരോട്, മനുഷ്യർക്ക് ചോദിച്ചാൽ ദേഷ്യം വരുന്നതാണ്. അതുകൊണ്ട് കരങ്ങൾ നീട്ടുമോ ഉമ്മ, കരങ്ങൾ നീട്ടുമോ പ്രിയപ്പെട്ട സഹോദര? ആരുടെ നേരെയാണ്? അല്ലാഹുവിന്റെ നേരെ കരങ്ങൾ നീട്ടിയിട്ട് പറയണം, അല്ലാഹ് ചെയ്തു പോയി അപരാധങ്ങൾക്ക് കണക്കില്ല റബ്ബേ. അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കണക്കില്ല അല്ലാഹ്, പൊറുക്കണം റബ്ബേ. നീ മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് നീയേ ഉള്ളു. പടച്ചവനെ, നിനക്ക് ഞാനല്ലാത്ത അടിമകൾ കോടിക്കണക്കിനുണ്ട്. അവര് ജീവൻ നൽകി, സമ്പത്ത് നൽകി, സമയം നൽകി, എല്ലാം നൽകി. പക്ഷെ എനിക്ക് ഒന്നും നൽകാൻ പറ്റിയില്ലല്ലോ അല്ലാഹ്. നിനക്ക് വേറെ അടിമകളുണ്ട്, പക്ഷെ എനിക്ക് നീ മാത്രമാവുള്ളത്. അതുകൊണ്ട് റബ്ബേ തരണം റബ്ബേ, പൊറുക്കണം റബ്ബേ. പശ്ചാത്തപിച്ച റബ്ബിലേക്ക് അങ്ങ് മടങ്ങിയ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബി. അല്ലാഹ് ഇഷ്ടപ്പെടുകയാണ് വല്ലാതെ. എന്തുകൊണ്ടാണ് പടച്ചവരെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതെന്നറിയോ? ആ തൗബ എന്ന് പറഞ്ഞാൽ അർജൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങലാണ് തൗബ എന്നത്. അതുകൊണ്ട് ഒരാൾ അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോ അവന്റെ സ്നേഹം എത്ര ഇരട്ടിയാണെന്നറിയോ? ഒരു ഉദാഹരണത്തിലൂടെ, ഒരു കഥയിലൂടെ മുത്തായ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാ. ഒരു മനുഷ്യന് വിദൂര യാത്രക്ക് വേണ്ടി തന്റെ വാഹനമാകുന്ന കുതിരയെ തയ്യാറാക്കി. ആ കുതിരപ്പുറത്ത് ഭക്ഷണം വെച്ചോ, ആ കുതിരപ്പുറത്ത് വസ്ത്രം വെച്ചോ, ആ കുതിരപ്പുറത്ത് മെഡിസിൻ വെച്ചോ, താൻ ദീർഘമായ യാത്രക്ക് പോവുകയാ. വിജനതയിലൂടെ
കുതിരയിലൂടെയാണ് തന്റെ യാത്ര. അങ്ങനെ യാത്രയുടെ വാഹനമാകുന്ന തന്റെ കുതിരപ്പുറത്ത് ഭക്ഷണവും വസ്ത്രവും മെഡിസിനുമെല്ലാം മരുന്നുമൊക്കെ വെച്ചുകൊണ്ട് കുടിക്കാൻ വെള്ളമെല്ലാം കരുതിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടവനെ യാത്ര ആരംഭിച്ചു. കുറെ ദൂരം ചെന്നപ്പോ കുതിരയ്ക്ക് പുല്ല് കൊടുക്കണ്ടേ? വെള്ളം എണ്ണ അടിക്കുന്നത് പോലെ വാഹനത്തിൽ എണ്ണ അടിക്കാൻ പമ്പിൽ കയറണ്ടേ? അതുകൊണ്ട് തന്നെ കുതിരയ്ക്ക് പുല്ല് കഴിക്കാൻ അവസരം കൊടുക്കണം, അതിന് തീറ്റ തിന്നാൻ അവസരം കൊടുക്കണം, അതിന് വെള്ളം കുടിക്കാൻ അവസരം കൊടുക്കണം. അങ്ങനെ അതിനെ മേയാ വേണ്ടി വിട്ടു. ആ മനുഷ്യനിങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോ കണ്ണുകളിൽ ക്ഷീണം കൊണ്ടങ്ങ് ഉറക്കം വന്നു. ഉറക്കം മയക്കമായി, മയക്കം വല്ലാത്ത നിദ്രയിലേക്ക് ആണ്ട് പോവുകയാ. ആ മനുഷ്യ പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തന്റെ വാഹനം കാണാനില്ല, ആരോരുമില്ലാത്ത നാടാ, അനധിവിദൂര സാധ്യത പോലുമില്ല, ഏഴയൽപക്കത്ത് പോലും ആളനക്കമില്ല. ആ സമയത്ത് ആ മനുഷ്യന്റെ വാഹനത്തിലാണ് വസ്ത്രമുള്ളത്, ഒന്ന് ഉടുതുണിക്ക് മറുതുണിയില്ല. ആ വാഹനത്തിലാണ് ഭക്ഷണമുള്ളത്, കഴിക്കാനൊന്നുമില്ല. ഒരു തുള്ളി ദാഹമിതനം പാനം ചെയ്യാൻ തന്റെ പാത്രത്തിൽ വെള്ളമില്ല, എല്ലാ വണ്ടിയിലാണ്. ആ മനുഷ്യനെ സർവ്വതും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുമ്പോ അതാ വാഹനം തന്റെ മുന്നിലേക്ക് വരികയാ. തന്റെ കുതിര എവിടെന്നോ പാഞ്ഞെടുക്കുകയാണ്, കുളമ്പടി ശബ്ദം കേൾക്കുകയാ. അതിനകത്ത് ഭക്ഷണമുണ്ട്, സൈഫാണ്. അതിനകത്ത് വസ്ത്രമുണ്ട്, സൈഫാണ്. അതിനകത്ത് വെള്ളമുണ്ട്, പോയിട്ടില്ല. ആ വാഹനമാകുന്ന കുതിര തന്റെ മുന്നിലേക്ക് വരുമ്പോ ഈ മനുഷ്യന്റെ സന്തോഷം എത്ര വലുതാ! ഈ മനുഷ്യന് സന്തോഷത്തിന്റെ ആധിക്യത്താൽ പറഞ്ഞു പോയി, അല്ലാഹുമ്മ അന്ത അബ്ദീ വഅന റബ്ബുക. പടച്ചവനെ, നീ എന്റെ അടിമയാ, ഞാൻ നിന്റെ ഉടമസ്ഥനാണ് അല്ലാഹ്. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ഇയാൾ പറഞ്ഞെന്താ? പടച്ചവനെ, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായില്ലേ? ഉണ്ടാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായില്ലേ ഈ പറഞ്ഞാല്? അല്ലാഹുമ്മ അന്ത അബ്ദീ വഅന റബ്ബുക, നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത്? നീ എന്റെ അടിമ, ഞാൻ നിന്റെ ഉടമസ്ഥൻ. തെറ്റുണ്ടോ? അമീനോട് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുനാഗപ്പള്ളി തന്നെയാണോ ഇത്? കരിനാഗങ്ങളുടെ ഇടയിൽ കായംകുളം രാജാവ് നീട്ടിവെച്ചു കൊടുത്ത ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് വന്ന് പള്ളി കെട്ടാൻ വേണ്ടി ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ശ്രമിക്കുമ്പോൾ കരിനാഗങ്ങളുടെ സങ്കേതത്തിൽ രാജാവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തുള്ള ആ കരിനാഗത്തെ കുടപ്പിൽ കയറ്റിയിട്ടതിന്റെ വായ മൂടിക്കെട്ടി രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കാഴ്ച വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, അദ്ദേഹമാണ് ഷെയ്ഖ് മസ്ജിദിൽ കിടക്കുന്നത്. അതാണ് കരുനാഗപ്പള്ളി. കരുനാഗങ്ങൾക്ക് ഇരുന്ന സ്ഥലത്ത് വെച്ച പള്ളി, അതാണ് കരുനാഗപ്പള്ളി. ഇവിടെ എവിടാണ്? ഈ നാടിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? തെക്കൻ കേരളത്തിലെ എല്ലാ ഉലമാക്കളും കിടക്കുന്നത് ഇവിടാണ്. എന്തൊരു മഹത്വമാണ്! ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നമ്പർ 1 മദ്രസ ചിറ്റുമൂല. ഇബ്രാഹിം കുട്ടി ഉസ്താദ്, കോട്ടക്കര ഇബ്രാഹിം കുട്ടി മൗലവി ഉസ്താദ്, ഉമർ കുട്ടി ഉസ്താദ്, അപ്പുറത്ത് പി കെ യൂനുസ് കുട്ടി ഉസ്താദ്, തൊട്ടപ്പുറത്ത് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉസ്താദ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടത്ത് വി കെ മുഹമ്മദ് മൗലവി, അല്ലെ, വി കെ അബ്ദുള്ള മൗലവി ഉസ്താദ്, നമ്മുടെ ഓച്ചിറയിൽ. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു 10 ശിഷ്യന്മാരും, അതിന്റെ തൊട്ടുപുറത്ത് അതിന്റെ മുറ്റത്തതിന് അതിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലും ജാജ്വല്യതയും അതിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷവും ഏറ്റവും വലിയ ഒരു ആനന്ദവുമായിട്ട് ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ട റഈസുൽ ഉലമായും ശിഹാബുദ്ദീൻ മൗലവി നവ്വറല്ലാഹു മർഖദ. ഏത് മണ്ണാണിത്? കരുനാഗപ്പള്ളി മണ്ണ്. ഏതിലെങ്കിലും പിന്നിലുണ്ടോ? കഴിഞ്ഞ വർഷത്തെ പുതുവർഷ പുലിയുടെ കള്ളിൽ ഏറ്റവും നമ്പർ ചാലക്കുടി 2-1 കരുനാഗപ്പള്ളി. കള്ളിൽ മുമ്പിൽ തന്നെ. അല്ലാഹ് കാക്കട്ടെ. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ മുൻപന്തിയിലാണ്
മുൻപന്തിയിലാണ്. അള്ളാഹു ഈ ഒരു മണ്ണിന് അള്ളാഹു തആല അതിന്റെ മഹത്വം മാലോകരുടെ മുമ്പിൽ പടച്ച തമ്പുരാൻ എന്നും അതിന്റെ പരമാവധി പാരമ്യതയിൽ തന്നെ മഹത്വമായി തന്നെ ഉത്തുംഗതയിൽ തന്നെ അള്ളാഹു നിലനിർത്തട്ടെ. ഒരുപാട് ഏറ്റവും വലിയ സൗഭാഗ്യം എന്റെ ഈ തടിയും എല്ലാം ഈ മണ്ണിൽ നിന്ന് അള്ളാഹു എനിക്ക് നൽകിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ മണ്ണ് വല്ലാത്തൊരു മണ്ണാണ്. എവിടെ പോയാലും ഒരു ദീനിന്റെ നർമ്മണമുണ്ട്. കരുനാഗപ്പള്ളി എത്ര മനോഹരമാണ്. അള്ളാഹു അതിന്റെ യശസ് വാനോളം ഉയർത്തട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സഹോദരങ്ങളെ, ഈ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറഞ്ഞത് നാവ് പിഴച്ചുപോയി. അയാൾ അങ്ങനെ പറയാൻ പാടില്ല. നീ എന്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമെന്ന് പറയുന്നത് തെറ്റാ. നീ എന്റെ ഉടമയാണ്, ഞാനാണ് നിന്റെ അടിമ എന്ന് പറയേണ്ടതിന് പകരം ആ മനുഷ്യന് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടുകൊണ്ട് അയാളുടെ പരിസരം മറന്നുകൊണ്ട് അയാൾ പറഞ്ഞപ്പോൾ അയാൾക്ക് പിഴച്ചുപോയി. അയാൾ പറഞ്ഞു തിരിഞ്ഞുപോയി. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾ പറഞ്ഞതുപോലും തിരിഞ്ഞുപോയ അവസ്ഥയിൽ ആ മനുഷ്യന്റെ നഷ്ടപ്പെട്ടത് മുഴുവനും തന്റെ കൺമുമ്പിൽ വരുമ്പോഴുള്ള സന്തോഷത്തിന്റെ പാരമ്യതയും ആധിക്യവും അതിന്റെ പരമമായ അവസ്ഥയും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അനിർവചനീയമാണ്. ആ മനുഷ്യന്റെ സന്തോഷത്തെക്കാൾ ഈ മനുഷ്യനേക്കാൾ സന്തോഷമാണ്. അല്ലാഹുവേ, ഞാൻ കള്ളു കുടിച്ചുപോയി, ഞാൻ പെണ്ണ് പിടിച്ചുപോയി, ഞാൻ പലിശ വാങ്ങിപ്പോയി, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, അല്ലാഹുവേ നീ എനിക്ക് മാപ്പാക്കണമെന്ന് റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു മനുഷ്യനോടുള്ള അള്ളാന്റെ സ്നേഹം ഈ മനുഷ്യന്റെ സ്നേഹത്തെക്കാൾ, ഈ മനുഷ്യന്റെ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നിസ്സാര കാര്യമാണോ ഈ തൗബ എന്ന് പറയുന്നത്? അത് അവസാനത്തെ 10 പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കാണിക്കുന്നത് പോലെ തൗബ മജ്ലിസ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് ആളുകളെ പള്ളി കയറ്റിയിട്ട് ബക്കറ്റ് കളക്ഷൻ നടത്തിയിട്ട് പോയാൽ തൗബ മജ്ലിസ് ആവൂല. അത് അവനവൻ അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ നീട്ടിയിട്ട് അവരവര് ചെയ്ത. കാരണം ഇസ്ലാമിൽ കുമ്പസാരമില്ല. പള്ളിയിലെ ഉസ്താദിനടുത്ത് വന്നിട്ട് ഉസ്താദ് ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, ഇന്ന തെറ്റ് ചെയ്തു പോയി എന്ന് പള്ളിയിലെ ഉസ്താദിനോട് വന്നിട്ട് പ്രത്യേകമായി ഉണർത്താനോ അതിനാവശ്യമായ നിലയിൽ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളുടെ ആരാധനയിൽപ്പെട്ടതാണ്. നമുക്കത് പാടില്ല. നമുക്ക് പറയാൻ അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ തെറ്റുകൾ. അല്ല, ഞാൻ നിയാസ് മൗലവിയോട് ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു തെറ്റ് ചെയ്തു, നിയാസ് മൗലവിയുടെ അടുത്ത് തമാശക്കോ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞാൽ എന്റെ പാപം പൊറുക്കില്ല എന്നും അതേ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇന്ന മിനൽ മുജാഹറ, പരസ്യപ്പെടുത്തുന്നവനായി പോയി ഞാൻ, അവൻ അല്ലാഹു പാപം പുറത്തു കൊടുക്കൂല. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് എന്റെ ഉസ്താദിനോട് ഞാൻ ചെന്ന് പറയാം ഉസ്താദേ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി ദുആരക്കി പറയണം. പരമാവധി ആരെ കണ്ടാലും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അവരോട് ദുആരക്കാൻ പറയണം. മറിച്ച് ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അവന്റെ ആ പാപം അല്ലാഹു പുറത്തു കൊടുക്കില്ല, ഒരിക്കലും പുറത്തു കൊടുക്കില്ല. കാരണം അവൻ പരസ്യപ്പെടുത്തുന്നവനായി. ഇസ്ലാമിൽ കുമ്പസാരം നിഷിദ്ധമാണ്. പറയേണ്ടത് റബ്ബിനോടാണ്. അല്ലാഹുവേ, അവന് സ്നേഹം കൂടും, വീണ്ടും വിളിക്കും അല്ലാഹുവേ, സ്നേഹം കൂടും, വീണ്ടും വിളിക്കും അല്ലാഹുവേ, സ്നേഹം കൂടുന്നു. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനി ആദമ ഹീന യുസ്അലു യഗ്ളബു. ചോദിക്കുമ്പോഴൊക്കെ ദേഷ്യം വരുന്നത് മനുഷ്യർക്കാണ്, ചോദിക്കാതിരിക്കുമ്പോൾ ദേഷ്യം വരുന്നത് അല്ലാഹുവിനാണ്. അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരയാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കരച്ചിലിന്റെ മാസമാണ് പരിശുദ്ധ റമദാൻ. കരയണം, റബ്ബിന്റെ മുമ്പിൽ കരയണം. നമ്മൾ അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്യുന്നവർ അള്ളാഹു വലിയ സ്നേഹമാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? അത് നമ്മുടെ സമുദായത്തിന് പറഞ്ഞാൽ ദഹിക്കുമെന്നറിയില്ല. ദഹിക്കാത്ത കാര്യം പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഒരാളൊരു തെറ്റ് ചെയ്തു, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ എന്നിട്ട് എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, പടച്ചോനെ ശരിയാണ്, അറിയാമായിരുന്നു തെറ്റാണെന്ന്, അഹങ്കാരത്തോടെ ഞാൻ ചെയ്തു. അല്ലാഹ്, എനിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത് പൊറുക്കാൻ? നീ തന്നെ എനിക്ക് പുറത്തു തരണം, തന്നേ പറ്റൂ റബ്ബേ, ഇല്ലെങ്കിൽ ഞാൻ നഷ്ടവാളിയായി പോകും, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ അപ്പൊ അല്ലാഹ് പുറത്തു തരാണ്. അപ്പോഴല്ലാഹ് പൊറുക്കുകയാണ്. പിന്നെ ഞാൻ ആരെ പോലെയായി? ഈ തെറ്റ് ചെയ്യാത്ത മറ്റുള്ള ആളുകളെ പോലെ ഞാനായി. പാപമില്ലാത്തവനെ പോലെയായി. അപ്പോഴാണ് എന്നോട് അസൂയുള്ള ഒരുത്തൻ, അയാളെ നോക്കുമ്പോ
ഞാനൊരു തെറ്റ് ചെയ്തു, എന്നിട്ട് പശ്ചാത്തപിച്ചു, എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു, എന്റെ പാപമല്ല പുറത്തു തന്നു, ഞാൻ ചെയ്യാത്തവനെ പോലെയായി. അതവന് സഹിക്കുന്നില്ല. അവൻ ആളുകളോടൊക്കെ പറയുന്നു, ഇവൻ ആരെന്നറിയോ, അവൻ ഇന്നവനാണെന്ന് പറഞ്ഞാൽ ആരംഭ പൂവായ നബിതങ്ങൾ പറയുന്നു, ഒരാള് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്തിട്ട് അല്ലാഹു തൗബ സ്വീകരിച്ചാൽ ആ സ്വീകരിക്കപ്പെട്ട തൗബയുടെ പേരിൽ ആ തെറ്റ് ചെയ്ത ആ മനുഷ്യന്റെ തെറ്റുകൾ ചെയ്യാത്തത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ തെറ്റിനെ പറ്റി ആക്ഷേപിക്കുന്ന ഒരാൾ, അയാൾ ഈ തെറ്റ് ചെയ്യാതെ മരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ കള്ള് കുടിച്ചു, ഞാൻ പുറക്കലിനെ ചോദിച്ചു, എനിക്കല്ല പുറത്തു തന്നു. ആളുകളെ ഞാൻ കള്ളു കുടിച്ചത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അതിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാള്, അയാള് നല്ല സൂഫിയൊക്കെയാണ്, പക്ഷേ അയാൾ കാണുന്നവരോടൊക്കെ പറയുന്നു, അവൻ കള്ളുടിയനാ എന്ന് പറയുന്നു. ഈ കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞ ഈ സാത്വികനായ വിശുദ്ധനായ സൂഫിയായ പണ്ഡിതനായ നിസ്കാരമുള്ള നോമ്പുള്ള ഇബാദത്തുള്ള നിസ്കാരത്തടമ്പുള്ള കണ്ണങ്കാലിന് മുകളിൽ മുണ്ടെടുക്കുന്ന ഈ തൊപ്പി വെച്ച ദാടി വെച്ച ഈ മുസ്ലിം ഉണ്ടല്ലോ, യവൻ ഇതേപോലെ കള്ളു കുടിക്കാതെ മരിക്കില്ല എന്ന് ആരംഭ പൂവായ നബി മുഹമ്മദ് മുസ്തഫ. അത്രയും ഗൗരവമുണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യന്. നിസ്സാരമാണെന്ന് കരുതി പോയോ? ആരുടെയും തെറ്റുകൾ വിളമ്പിക്കൊണ്ട് നടക്കാൻ നമ്മൾ ഒരിക്കലും കോളാമ്പിയാകരുത്. ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മറ്റാരുടെയും തിന്മകൾ പറഞ്ഞു നടക്കരുത്. നമുക്ക് നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കി പോവുക, നമ്മൾ നന്നാകാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് രണ്ടാമതായി അല്ലാഹു സ്നേഹിക്കുന്ന വിഭാഗം വേറെ ആരുമല്ല, അത് തൗബ ചെയ്യുന്നവരാണ്. അതേ ആയത്തിന്റെ ബാക്കിയായി അല്ലാഹു പറയുകയാണ്, വയുഹിബ്ബുൽ അല്ലാഹു തആല ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞത് ആന്തരിക ശുദ്ധിയാണ്, എന്നാൽ ഈ പറയുന്നത് ബാഹ്യമായ ശുദ്ധീകരണമാണ്. ഈ പറയുന്നത്. കുളിക്കണം, നനയ്ക്കണം, പല്ല് തേക്കണം. പല്ല് തേക്കാതെ തസ്ബീഹ് കൊണ്ടാണ് വന്നിട്ട് എന്ത് കിട്ടാനാ? ഇവൻ പല്ലി അയക്കൂല ജീവിതത്തില്. കയ്യില് തസ്ബീഹുണ്ട്, ഒരു കയ്യില് ഖുർആനുണ്ട്. വല്ല കാര്യമുണ്ടോ? ലൗലാ നശുഖാല ഉമ്മത്തില അമറതുകും ബിസിവാഖി ഇൻദ കുല്ലി വുളുഇൻ ഇൻദ കുല്ലി സ്വലാത്തിൻ. രണ്ട് റിപ്പോർട്ട് ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തുകൾക്ക് ഇടങ്ങേറാവും, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ നിസ്കാരത്തിനും വളു ശർത്തായതുപോലെ ഞാൻ മിസ്വാക്ക് ശർത്താക്കിയേനെ. അപ്പൊ വളു എടുക്കുന്നത് പോലെ എല്ലാരും പല്ല് അയക്കണമായിരുന്നു. ഈ പേസ്റ്റ് ഒക്കെ ഇപ്പൊ കണ്ടുപിടിച്ചല്ലേ, പേസ്റ്റ് ഇട്ട് പല്ല് വെച്ചാൽ പല്ല് തന്നെ പൊടിഞ്ഞു പോകും. ഈ പേസ്റ്റിന്റെ വീതി അറിയണമെങ്കിൽ കച്ചവടക്കാരനെ കുതിര കയറി കളയരുത്. ഈ വണ്ടി എവിടെയെങ്കിലും തട്ടുവരയോ ചെയ്താൽ ഇച്ചിരി പേസ്റ്റ് എടുത്ത് അങ്ങോട്ട് തേച്ചു കൊടുത്തിട്ട് തുണി കൊണ്ടും തുടച്ചു നോക്ക്, ക്ലിയർ ആവും. അതിട്ടല്ലേ രാവിലെ ഇരുന്ന് പിടിക്കുന്നു അല്ലേ? നമ്മൾ പറയും പല്ലൊക്കെ ക്ലിയറായി, പല്ല് പൊടിഞ്ഞോണ്ടിരിക്കുക എന്നുവെച്ചിട്ട് പല്ല് തേക്കണ്ടെന്നല്ല പറയുന്നത്. എങ്ങനെയെങ്കിലൊക്കെ പല്ല് തേക്കുക, പല്ല് തേക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ബാധ്യതയാണ്. കുളിക്കണം, അവൻ കുളിക്കണം. ഒരു വിശ്വാസി കുളിക്കണം. അവൻ വൃത്തിയുള്ളവനാകണം, ശുദ്ധിയുള്ളവനാകണം. എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണം ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ആദ്യത്തെ അധ്യായം, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ബാബ്, ആദ്യത്തെ അധ്യായം, അതായത് കർമ്മശാസ്ത്രപരമായി അഥവാ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് പറയുന്ന കിതാബുകളിൽ ആദ്യത്തെ ബാബ് കിതാബു തഹാറത്ത് അല്ലേ? നിസ്കാരം പിന്നെ, കിതാബു സ്വലാത്ത് പിന്നെ, കിതാബു സൗമ് പിന്നെ, നോമ്പിനെ പറ്റി പിന്നെ. ആദ്യത്തെ അധ്യായം കിതാബു ത്വഹാറ, ശുദ്ധിയാണ്. വലിയ ശുദ്ധി, ചെറിയ ശുദ്ധി, നജസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളും അതിന്റെ പിന്നെ ശുദ്ധീകരണവും ഒക്കെ പഠിപ്പിച്ചിട്ടാണ് അവനെ നിസ്കാരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. ഫുഖഹാക്കൾ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്ക്. ഒരുപക്ഷെ ചില ഗ്രന്ഥങ്ങളിൽ ആദ്യം കിതാബു ത്വഹാറ തന്നെ, ചിലപ്പോ കിതാബുൽ ഈമാൻ. ഈമാൻ പഠിപ്പിച്ചു കൊടുത്ത് ഈമാൻ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണല്ലോ ശുദ്ധി വരുന്നത്. അപ്പൊ ഈമാനുള്ള ഒരാൾക്ക് പിന്നുണ്ടാകേണ്ടത് ശുദ്ധിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിലേക്ക് കയറൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ശുദ്ധീകരണം വലിയ പ്രാധാന്യമാ. കാരണം എന്തെന്നറിയോ? അല്ലാഹു വൃത്തിയുള്ള
ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. കുളിക്കുന്നവരെ, നനയ്ക്കുന്നവരെ, ശുദ്ധിയുള്ളവരെ, പല്ല് തേക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരാ, എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അത് എന്തുകൊണ്ടാണ്? അന്നത്തെ പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതാണ്. എന്താ പശ്ചാത്തലം എന്നറിയോ? ഹൈദ് രക്തം പുറപ്പെടുന്ന സമയത്ത് ഭാര്യമാരെ മാറ്റിക്കിടത്തിയിരുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിന് പുല്ല് വില കൊടുക്കാത്ത കാലഘട്ടത്തിൽ കാട്ടാളന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വിലയെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത മഹിതമായ കുടുംബ ജീവിതത്തിന്റെ മാതൃക മാലോകയുടെ മുമ്പിൽ മലക്കെട്ടുടർന്നു കൊടുത്ത മാണിക്യമലരെ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറയുന്നു, രണ്ടാമതായി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്ന, ഏറ്റവും വലിയ ഇഷ്ടമുള്ളത് എന്തെന്നറിയോ? ഖുർറത്തു ഐനിൻ ഫീ സലാത്തി. എന്റെ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ എന്റെ മനസ്സിനുണ്ടാകുന്ന കുളിർമയാ. മൂന്നാമത് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള, ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദുനിയാവിലെ മൂന്നാമത്തെ വസ്തു എന്തെന്നറിയോ? അത് മണവസ്തുവാ, അത്തുറാണേ. അത് സുഗന്ധദ്രവ്യങ്ങളാണ്, സുഗന്ധമാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബാ. അല്ലാഹു പരിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, അവനെ പരിശുദ്ധി ഇഷ്ടപ്പെടുന്നവന് പരിശുദ്ധനാണ്. ഇന്നല്ലാഹ നളീ, അല്ലാഹു ശുദ്ധിയുള്ളവനാണ്, അവൻ നല്ല ശുദ്ധിയുള്ളവനാണ്, നളാഫത്തുള്ളവനാണ്. യുഹിബ്ബുൻ നളാഫ, അവന് ശുദ്ധിയുള്ളതിനെയാണ് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു തആല ശുദ്ധിയുള്ളവനാണ്, ശുദ്ധിയുള്ളതിനെ ഇഷ്ടപ്പെടും, പരിശുദ്ധനാണ്, പരിശുദ്ധിയുള്ളതിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോ ഖാബീൽ ഹാബീലിന്റെ സംഭവം അറിയുമല്ലോ. ഖാബീൽ ഹാബീൽ ഖുർബാൻ അർപ്പിക്കുകയാ. എന്തിന്റെ പേരിലാണ്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആര് കല്യാണം കഴിക്കണം? ഈ ഇഖ്ലീമയെ ആരാണ് കല്യാണം കഴിക്കേണ്ടത്? തന്നോടൊപ്പം ജനിച്ച പെണ്ണാണ് ഇഖ്ലീമ. അതുകൊണ്ട് ഖാബീൽ പറഞ്ഞു, എനിക്ക് കെട്ടണം. ഹാബീലിനോടൊപ്പം പിറന്ന പെണ്ണ് അതാണ് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഖാബീൽ തയ്യാറായില്ല. കാരണം ഹാബീലിനോടൊപ്പം പിറന്ന പെണ്ണിനെ ആദ്യ പ്രസവത്തിലെ ഖാബീൽ കല്യാണം കഴിക്കണം, രണ്ടാമത്തെ പ്രസവത്തിലെ ഹാബീല് ആദ്യ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണം. ഓരോ പ്രസവത്തിലും ഒരാണ് ഒരു പെണ്ണെന്ന നിലയിൽ 20 തവണ പ്രസവിച്ചു. 21ാമത്തെ പ്രസവത്തില് ഒരു ആൺകുട്ടി മാത്രം അല്ലാഹു തആല ഹവ്വാ ബീവിക്ക് കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ? ഹാബീലിനെ ഖാബീൽ കൊന്നതിന്റെ പേരിൽ ഒരു ആണ് കുറഞ്ഞുപോയി. 20 ആണ് 20 പെണ്ണ് വേണം. ഓരോ പ്രസവത്തിലും 2 കുട്ടികൾ. അങ്ങനെ 20 പ്രസവത്തില് 40 മക്കളെ കൊടുത്തു. 20 ആണും 20 പെണ്ണും, 10 പെണ്ണും 10 ആണുമാണ്. അങ്ങനെ 20 ആണും 20 പെണ്ണുമാണ്. അങ്ങനെ ആ 20 പേരും അവരുടെ ജീവിതത്തിലൂടെ മക്കൾ ഉണ്ടാകണം, ഇവിടത്തെ സന്താനങ്ങളുടെ ഉൽപാദനം നടക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു ആണിന്റെ കുറവുണ്ട്. കാരണം ഹാബീൽ എന്ന മകനെ ഖാബീൽ കൊന്നപ്പോ ഒരാണിന്റെ കുറവുണ്ട്. അതിന് 21ാമത് ഹവ്വാ ബീവി പ്രസവിച്ചു. അതിലൊരു പെൺകുട്ടിയില്ല, ഒരാണ് മാത്രമാണ്. ആ ആൺകുട്ടിയെ കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു പരിഹരിച്ചതെങ്കിൽ, അങ്ങനെയാണ് മനുഷ്യകുലം ഇവിടെ ഉണ്ടായതെങ്കിൽ ഇതൊക്കെ തഫ്സീറിലെ കാണാം. ഖാബീൽ ഏത് പെണ്ണിനെയാണോ കെട്ടണമെന്ന് വാശി പിടിച്ചത്, അതിനെ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം ഹാബീൽ കെട്ടലാണ്. ഇന്ന് നടക്കുന്നത് പോലെ അന്ന് നടന്നു. ഖാബീൽ പറഞ്ഞു, വാപ്പാ ആദമേ, ഇത് നിങ്ങളുടെ തന്ത്രമാണ്. നിങ്ങളുടെ ഹാബീൽ എന്ന മോൻ അവളെ കെട്ടിച്ചു കൊടുക്കാനുള്ള കാര്യമാണ്, പരിപാടിയാണ്, നടക്കൂല. പടച്ചോനാണ്, ഞാൻ അവനെ കൊന്നുകളയൊന്ന് പറഞ്ഞു. വാപ്പ ഇല്ലാത്ത നേരത്ത്, ആദം നബി ഇല്ലാത്ത നേരത്ത് ഖാബീൽ വാളെടുത്ത് ഹാബീലിനെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മയ്യത്തും എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുമ്പോ ഒരു കാക്കയെ അല്ലാഹു അയച്ചുകൊണ്ട് കാക്കയുടെ ചുണ്ടുകൊണ്ട് മണ്ണ് മാറ്റിയിട്ടെടുത്ത ചത്ത കാക്കയെ അടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഖാബീൽ ഹാബീലിനെ അടക്കിയത്. ഈ വിരീതന് സൗഭാഗ്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് ഹാബീലിന്റെ ഖബർ കാണാൻ കഴിഞ്ഞു. ഓർക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് ചിന്തി
ചിന്തിക്കണേ. അള്ളാന്റെ തീരുമാനം വന്നു, ഇക്രീമയെ കല്യാണം കഴിക്കേണ്ടത് ആരാണ്? നിങ്ങൾ നേർച്ച അർപ്പിക്ക്. ആരുടെ ഖുർബാനാണോ സ്വീകരിക്കുന്നത്? ഈ വാക്ക് കേൾക്കുമ്പോൾ ആർക്കും ഞെട്ടൽ വേണ്ട. ഇത് ഖുർആന്റെ വാക്കാണ്. ഇത് ഖറബാ ഖുർബാന. അവർ രണ്ടുപേരെ ഖുർബാന അർപ്പിച്ചു. അങ്ങനെ ആരുടെ ഖുർബാനയാണ് സ്വീകരിച്ചത്? ഹാബീലിന്റെ ഖുർബാന സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇക്രീമയെ ഹാബീൽ കെട്ടട്ടെ. അപ്പോഴാണ് കാബീലിന്റെ ഖുർബാന തള്ളിയതിന്റെ പേരിൽ കാബീലിനെ കെട്ടാൻ അനുവാദമില്ല. കാബീൽ അതുകൊണ്ട് ഹാബീലിനെ കൊന്നുകളഞ്ഞു. ചരിത്രത്തിൽ ആദ്യത്തെ കൊല നടക്കുന്നത് അസൂയയുടെ പേരിലാണ്, അതും പെണ്ണിന്റെ പേരിലാണ്, അത് തന്റെ കൂടപ്പുറപ്പിനെയാണ്. സഹോദരങ്ങളെ, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാ. പെണ്ണിനു വേണ്ടി കൊല്ലുന്നവർ ഇന്നുമുണ്ട്, പെണ്ണിനു വേണ്ടി മരിക്കുന്നവർ ഇന്നുമുണ്ട്, അസൂയയുടെ പേരിൽ തല്ലി തകരുന്നവർ ഇന്നുമുണ്ട്. അത് സ്വന്തം കൂടപ്പുറപ്പുകളാണ്. ഹാബീല് മരിച്ചു. ആര് കൊന്നു? കാബീല് കൊന്നു. കാരണം എന്താ? ഹാബീലിന്റെ കുർബാന സ്വീകരിച്ചു, കാബീലിന്റെ കുർബാന സ്വീകരിച്ചില്ല. നമ്മുടെ വിഷയം അതല്ല. ഹാബീൽ എന്ത് കുർബാന വെച്ചത്, കാബീൽ എന്ത് കുർബാനയാ വെച്ചത്, അത് പഠിക്കണം. അവിടെയാണ് രസം. ഹാബീല് നല്ല ആട്ടിടയനായിരുന്നു, നല്ല ആട്ടിടയനായിരുന്നു. അയാള് നല്ല വൃത്തിയുള്ള, നല്ല കാണാ മനോഹരമായ ഒരാടിനെ കുളിപ്പിച്ച് റെഡിയാക്കി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു. കാബീലോ കൃഷിക്കാരനായിരുന്നു. തന്റെ ഗോഡൌണിൽ ശരിക്ക് കൃഷി ഉണ്ടായിരുന്നു, ഗോഡൌണിൽ ശരിക്ക് പച്ചക്കറി ഉണ്ടായിരുന്നു. അയാള് നോക്കി നല്ല സാധനങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് നാറ്റം പിടിച്ച് അഴുകി നശിച്ച സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് പടച്ചോനെ കിടക്കുകയാണ്. അല്ലാഹു തആല ഏറ്റവും നല്ല പരിശുദ്ധമായതിനെ ഖുർബാന അർപ്പിച്ച ആ ഹാബീലിന്റെ ഖുർബാന സ്വീകരിച്ചു. പച്ചക്കറി ചീഞ്ഞു നാറുന്ന, ദുഷിച്ചതിന്, വൃത്തികെട്ടതിന്, ശുദ്ധിയില്ലാത്തതിന്, വൃത്തിയില്ലാത്തതിന് സമർപ്പിച്ച ഈ കാബീലിന്റെ ഖുർബാന തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് ഇക്രീമയെ കല്യാണം. ഇത് ഖുർആനാണ്, ഇത് ഖുർആനാണ്, കെട്ടുകഥകളൊന്നുമല്ല, ഇത് ഖുർആനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായതിനെ അല്ലാഹ് ഇഷ്ടപ്പെടും. നമ്മൾ നല്ല റാഹത്തായിട്ട് പോകണം. ചില ആളുകളുണ്ട് കോടീശ്വരനായിരിക്കും, പള്ളി വരുന്ന കണ്ടിട്ടുണ്ടോ? കീറി പറഞ്ഞ് തേക്കില്ല, അയൺ ചെയ്യില്ല. അപ്പൊ ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അയൺ ഇട്ടിട്ടുണ്ടോ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇസ്തിരി ഇട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചോദിക്കുന്നത്. എന്തൊരു ലോകമായത്, എന്തൊരു ലോകമോ. ചില ആള് ചോദിക്കുക, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മിമ്പറിരിക്കുമ്പോ 40 കണ്ടം വെച്ച ജുബ്ബായിരുന്നില്ലേ ഇട്ടത്? അങ്ങനെ നടന്നൂടെ? എന്റെ പൊന്നാര സഹോദരങ്ങളെ, ബാക്കിയൊക്കെ 70 കണ്ടം വെച്ചതായിരുന്നു. ആകെ എണ്ണം കുറഞ്ഞ കണ്ടമുള്ളത് 40 എണ്ണമായിരുന്നു. 40 കണ്ടം വെച്ച ജുബ്ബ, അതുകൊണ്ട് അദ്ദേഹം അത് ഇട്ടത്. മനസ്സിലായില്ല? 40 കണ്ടം വെച്ച ജുബ്ബ ഇട്ടത് കണ്ടം വെക്കാത്ത ജുബ്ബ ഉള്ളത് കൊണ്ടല്ല. ബാക്കിയൊക്കെ 60, 90, 80 ഒക്കെ കണ്ടം വെച്ചതാണ്. അപ്പൊ ഉള്ളതിന് നല്ലത് 40 കണ്ടം വെച്ചതാ. അതെടുത്തിട്ടുണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി വന്നു ഖലീഫയായപ്പോ. അത് നോക്കിയിട്ട് ഇന്ന് നല്ല വൃത്തിയോടെ നടക്കണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വസിയാബക ഫതഹിർ. അല്ലാഹു പറഞ്ഞില്ലേ, ശുദ്ധിയാക്ക്. ആളുകൾ അടുത്തെത്തുമ്പോ അവർക്ക് മണക്കണം, അവർക്ക് മണമുണ്ടാകണം. നല്ല വില കൊടുത്തിട്ട് അത്തർ വാങ്ങുക സഹോദരങ്ങളെ. 10 രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത്തർ വാങ്ങിച്ചിട്ട് തേച്ചുകൊണ്ട് നടക്കില്ല. അടുത്ത ആളും ചില അത്തറുകൾ തേച്ചുകൊണ്ട് വന്നാൽ മയ്യത്ത് കബറി തെണിച്ചൊന്നും തോന്നിപ്പോകും. എന്തൊരു നാറ്റമാണ്. അതിന്റെ കൂട്ടത്തിൽ സിഗരറ്റും വലിക്കും. എന്നിട്ട് അത്ര തേച്ചിട്ട് ഇങ്ങനെ താടിയിലൊക്കെ തേച്ച് കയറി വെള്ളം നനച്ച് ഹൗലിൽ നിന്ന് ഒന്നും എടുക്കുമ്പോൾ തീർന്ന് പഞ്ചായത്ത് ക്ലോസറ്റ് നാറ്റമാണ്. അതൊന്നും പാടില്ല, വലിയ തിന്മയാണ്. ഉള്ളി തിന്നാ നീ വീട്ടിൽ കിടക്കണം, ജമാഅത്തിന് പോകരുതെന്ന് ഇസ്ലാം പഠിപ്പിക്കുക. കാരണം എന്താണ്? ഉള്ളി ഹറാമായത് കൊണ്ടോ തിന്നത് മോശമായത് കൊണ്ടോ ഒന്നുമല്ല. നിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവനത് ദുർഗന്ധം വരും, അവന് അമർഷം തോന്നും. അതുകൊണ്ട് പോവല്ലേ. ഉള്ളി കൂടുതൽ തിന്നെങ്കിൽ നീ വീട്ടിൽ നിസ്കരിക്കും. എന്ന് വെച്ചാൽ പള്ളിയിൽ പോകാതിരിക്കാൻ ഉള്ളി കൂടുതൽ തിന്നാ മതി എന്നല്ല. നമ്മുടെ വായിൽ വരുന്ന ദുർഗന്ധം മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. വൃത്തി വേണം, അത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിം അറബികളെ കണ്ടുപഠിക്കും. പറഞ്ഞ അറബികള് അവര് ഈ അത്ര തേപ്പ് മാത്രമേ ഉള്ളൂ, എന്തോ ആവട്ടെ, അടുത്തു വരുമ്പോൾ ഒരു നല്ല മണമല്ലേ. അത് ജനങ്ങൾക്ക് നല്ല ആസ്വാദ്യകരമായ, അവരുടെ ആസ്വാദാരത്തിന് അവർക്ക് നല്ല മണമടിക്കുന്ന വില കൂടിയ അത്തറുകൾ. എന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടത് ലോകത്ത് ഏറ്റവും വലുത് നല്ല ഫുഡ് എന്നല്ല പറഞ്ഞത്. നമ്മൾ നല്ല വില കൂടിയ ഫുഡ് വാങ്ങിക്കും, എന്നിട്ട് വില കുറഞ്ഞ അത്തറും വാങ്ങിക്കും. അല്ല, വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് നല്ല മണമുള്ളത്
ജനമാഗ്രഹിക്കും വസ്ത്രമാധരിക്കേണ്ടത്. നിനക്കാഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത്. നിനക്കാഗ്രഹം തോന്നുന്നതാ തിന്നേണ്ടത്. ജനമാഗ്രഹിക്കുന്ന വസ്ത്രമാ ധരിക്കേണ്ടത്. ജനങ്ങൾക്ക് ഇഷ്ടം വരണം നിന്റെ ഡ്രസ്സിങ് കാണുമ്പോ, ജനങ്ങൾക്ക് ഇഷ്ടം വരണം നീ അടുത്തു വരുമ്പോ. തിന്നുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുക. ഒരാൾക്ക് പൊറോട്ടയാണ് ഇഷ്ടം എന്നും പറഞ്ഞ് എനിക്ക് പൊറോട്ട തിന്നാൻ പറ്റുമോ? ഇപ്പൊ കഴിക്കാൻ പോയ നിയാസ് ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ വീട്ടില് ഇവിടെ നമ്മുടെ ഈ ദേശീയ ഭക്ഷണമല്ല, നമ്മുടെ ഈ സ്വദേശ ഭക്ഷണം ഉണ്ടല്ലോ, ഒറട്ടി, അതുകൊണ്ട് കപ്പയുണ്ട്. എനിക്കിഷ്ടം കപ്പയാണ്, ഞാൻ കപ്പ കഴിച്ചു. നമ്മുടെ ഇഷ്ടം അല്ല ഉസ്താദ്, ഒരു ഒറട്ടി ഒരു പൊറോട്ട, എനിക്കിഷ്ടം ഇതാണ്, ഞാൻ കഴിച്ചു. ഡ്രസ്സിംഗ് അതുപോലെ തന്നെ പിന്നെ അത്തർ, അത് ജനങ്ങൾക്ക് എന്താണ് മണം, നമുക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ ജനങ്ങൾ എന്തൊരു മാറ്റം അപ്പോഴേ മാറ്റിയേക്കണം. നമ്മളൊരു മണം അടിച്ചോണ്ട് പോയി, ജനങ്ങൾ പറഞ്ഞു നല്ല മണം, അത് നമ്മൾ ധരിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം അള്ളാഹു ശുദ്ധി ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ശുദ്ധിയുള്ളവനാണ്, ശുദ്ധി ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു അങ്ങനെ നല്ല നിലയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. നാലാമതായിട്ട് അള്ളാഹ് പറയുകയാണ്, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ്. സൂറത്തു ആലു ഇംറാൻ. തഖ്വയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആഖിറത്തിൽ വരുമ്പോൾ അതിനെ പേടിക്കലാണ്. ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അതിനെ ആഖിറത്തിൽ നമ്മൾ പേടിക്കരുത്. ഒരു ഉദാഹരണം പറയാം. എന്താണ് തെറ്റെന്ന് ചോദിച്ച വാബിസാ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ രണ്ട് വിരലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് കുത്തിയിട്ട് പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നിന്റെ ഹൃദയത്തോട് ചോദിക്കുക വാബിസാ, ഏതാണ് തെറ്റെന്ന് ആ നെഞ്ചകത്ത് നിന്ന് പറഞ്ഞു തരും. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ഉത്സാഹവും സന്തോഷവും ഉല്ലാസവും തോന്നുന്നെങ്കിൽ, ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നെങ്കിൽ അത് നന്മയാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുവോ എന്നൊരു ടെൻഷൻ ഉണ്ടായാൽ അത് തിന്മയാണെന്ന് അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ നന്മ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ നോക്കി അടക്കണ്ട, മനസ്സിലായോ? ഒരു കാര്യം, ഇപ്പൊ വീൽ ചെയർ കൊടുക്കാൻ, അങ്ങനെ വീൽ ചെയർ എടുത്ത് കൊടുക്കുമ്പോ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ആരും ഇങ്ങനെ പാട്ടും പതുങ്ങി ഇരുന്നിട്ട് കൊടുക്കൂല. കാരണം ഇത് നന്മയാണ്. അതേസമയം ഇവിടെ വരുന്ന ഒരാൾക്ക് മറ്റേ ഐറ്റം ഒരു കുപ്പി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മളെന്താ, പള്ളിയിൽ ഉസ്താദ് വരുന്നുണ്ടോ, കമ്മിറ്റിക്കാർ വരുന്നുണ്ടോ, ആയും വരുന്നുണ്ടോ, നോക്കിയിട്ട് കൊടുക്കുക. കാരണം അത് തെറ്റാണ്. കാരണം കൊടുക്കുമ്പോ ടെൻഷൻ ഉണ്ടായി. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, ഒരു പ്രവൃത്തി അത് ചെയ്യുമ്പോ മറ്റുള്ളവരെ ഭയന്നുകൊണ്ടും അവര് കണ്ടാൽ വിഷമമല്ലേ എന്ന ചിന്തയോട് ചെയ്യുന്നതൊക്കെ തെറ്റാണ്. നമ്മുടെ മനസാക്ഷിയാണ് തെറ്റും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുന്നത്, അല്ലേ? നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പശ്ചാത്തലങ്ങളാണ് തിന്മകൾ ഉണ്ടാക്കുന്നത്, തെറ്റുകൾ ഉണ്ടാക്കുന്നത് പശ്ചാത്തലങ്ങളാണ്. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങയുടെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അയാൾ ചെയ്യോ? ഇല്ല. അങ്ങയുടെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്നേഹം കൂടെ ഉള്ളൂ. ഇതേപോലെ അവന്റെ മുഖത്തിന്റെ വാപ്പാടെ തലയെന്ന് പറഞ്ഞു, ഇതെന്നല്ലേ നേരത്തെ പറഞ്ഞത്. അങ്ങെന്നുള്ള സ്ഥലത്ത് നിന്റെ എന്നായി, പിതാവ് എന്നുള്ള സ്ഥലത്ത് വാപ്പാന്നായി, ശിരസ് എന്ന സ്ഥലത്ത് തലയെന്നായി. അപ്പൊ അത് തിന്മയായി, അടി നിനക്ക് വെറുതു അതിനുമായി, അല്ലേ? പശ്ചാത്തലങ്ങളാണ് തിന്മകൾ ഉണ്ടാക്കുന്നത്.